ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണം എന്ന് തിരികെ ലഭിക്കുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ച് വാർത്തകളിൽ ഇടം നേടിയ ആനന്ദവല്ലിക്ക് പണം ലഭിച്ചു. മരുന്ന് വാങ്ങുന്നതിന് വേണ്ടിയായിരുന്നു ഇവർക്ക് പണം നൽകിയത്. കണ്ടാരന്തറയിൽ പോയി സുരേഷ് ഗോപിനെ കണ്ട നേരത്ത് എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയേനായിരുന്നു. ബാങ്കിന്റെ ആളുകളെ കണ്ടു, എനിക്ക് കാശ് കിട്ടി, വളരെ സന്തോഷമായി. മരുന്ന് മേടിക്കാൻ കാശായി. ഇനി ആവശ്യമുള്ളപ്പോഴത്തേക്ക് അവരെ കണ്ടാൽ മതി. കരുവന്നൂർ ബാങ്കിൽ നിന്നും പണം എന്ന് ലഭിക്കുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ച് വാർത്തകളിൽ ഇടം നേടിയ പൊറുത്തുശ്ശേരി സ്വദേശിനി ആനന്ദവല്ലിക്കൊടുവിൽ പണം ലഭിച്ചു. മരുന്ന് വാങ്ങുന്നതിനായി ബാങ്കിൽ അപേക്ഷ നൽകിയതിനെ തുടർന്നാണ് ആനന്ദവല്ലിക്ക് പണം കിട്ടിയത്. തനിക്ക് ആവശ്യമായ പണം ലഭിച്ചുവെന്നും സുരേഷ് ഗോപിയെ കാണാൻ പോകുന്നതിന് പകരം ബാങ്ക് അധികൃതരെ സമീപിച്ചാൽ മതിയായിരുന്നുവെന്നും ആനന്ദവല്ലി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനിയും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പണം നൽകാൻ തയ്യാറാണെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചതായും അവർ വ്യക്തമാക്കി. ആനന്ദവല്ലി ചേച്ചിയുടെ വിഷയം ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശ്രദ്ധയിൽപ്പെട്ട മുറയ്ക്ക് ന്യായമായ പരിഹാരം കണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലെ സന്തോഷം അവരും പങ്കുവച്ചതായി, ആനന്ദവല്ലി ചേച്ചിയും പങ്കുവച്ചതായി വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചു. അതേസമയം പ്രായമായ മനുഷ്യരോട് പൊതുസമൂഹത്തിൽ മാന്യമായി ഇടപെടാൻ കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപി പഠിക്കണം. തുടർച്ചയായി പ്രായമായ മനുഷ്യരെയും ആളുകളെയും എല്ലാം പൊതുസമൂഹത്തിൽ അപഹസിച്ചുകൊണ്ട് കൂടെയിരിക്കുന്ന BJP പ്രവർത്തകരുടെ കയ്യടി നേടാൻ വേണ്ടി തോന്നിവാസം പറയുന്ന നില തുടരുകയാണ്. ആ നിലയിൽ നിന്ന് മാറി ജനാധിപത്യ മര്യാദയോടുകൂടി ജനാധിപത്യ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പെരുമാറാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തയ്യാറാകണം. ന്യൂസ് ഡെസ്ക് CCV.